അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ സമാധാനത്തിന്റെ വാക്താക്കളായി സ്വയം ചമയുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു നയതന്ത്ര സംവാദം മാത്രമല്ല, മറിച്ച് സ്വന്തം പരമാധികാരത്തെ പണയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അമേരിക്ക ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങൾ കേവലം രാഷ്ട്രീയമായ ഒന്നല്ല, മറിച്ച് അതൊരു നീതിരഹിതമായ സാമ്പത്തിക യുദ്ധമാണ്. പ്രതിദിനം $435 മില്യൺ ഭീമമായ നഷ്ടം വരുത്തിവെക്കുന്ന ഈ ഉപരോധങ്ങൾ ഒരു ജനതയാകെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാനാണ് ലക്ഷ്യമിടുന്നത്. ഔഷധങ്ങൾ, ആഹാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നീതിക്ക് നിരക്കാത്തതാണ്. ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പടിഞ്ഞാറൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കുന്ന ഇറാന്റെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ്. സാമ്പത്തികമായി തകർച്ച നേരിടുമ്പോഴും ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും അമേരിക്കൻ നീക്കങ്ങൾ നടക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ഈ വ്യാപാര പാതയെ നിയന്ത്രിക്കുക എന്നത് അമേരിക്കയുടെ വലിയൊരു ലക്ഷ്യമാണ്. ഇതിന് പിന്നാലെ മലാക്ക കടലിടുക്കും അമേരിക്ക കണ്ണുവയ്ക്കുന്നത് ഈ വ്യാപാര പാതകളെ നിയന്ത്രിക്കാനും ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനുമുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണ്.